സർവശക്തനും സർവവ്യാപിയും കരുണാമയനുമായ ദൈവപിതാവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം ആനന്ദദായകമായി തീരുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കർത്താവായ യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അവനും ചെയ്യും, അതിലധികവും ചെയ്യുമെന്നാണ്. കർത്താവ് പറയുകയാണ്, ജയിക്കുകയും എൻ്റെ പ്രവൃത്തികൾ അവസാനത്തോളം അനുഷ്ഠിക്കുന്നവന് ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും, അവൻ ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കും, കുശവന്റെ കയ്യിലെ കളിമൺ പാത്രം പോലെ നുറുങ്ങിപ്പോകുമെന്നാണ്. പ്രിയ ദൈവമക്കളെ, ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആത്മാക്കളെ നേടുന്നവരായി മാറണം. പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ രക്ഷിക്കപ്പെട്ടത് ഒരു കഥയല്ല, അത് നമ്മളിൽ എല്ലാവരിലും ആവർത്തിക്കേണ്ട കാര്യങ്ങളാണ്. എന്തെന്ന് ചോദിച്ചാൽ, ഓരോരുത്തരും ലോകത്തിന്റെ വെളിച്ചമാണല്ലോ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഏരിയകളിൽ നമ്മളൊരു ഉണർവ് കൊണ്ടുവരണം. ഭൂമിയുടെ അറ്റത്തോളം ഉണർവ് എത്തണം. ഓരോരുത്തരും വചനം കേട്ടിട്ട് മൗനമായിരിക്കുന്നവരാകാൻ പാടില്ല. ആത്മാക്കളെ നേടുന്നവരായി മാറണം. കഴിഞ്ഞ നാളുകളിൽ ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിച്ചെങ്കിൽ ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കണ്ടേ? ഫലം കായ്ച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് ഞാൻ നേടിയെടുത്തത്? ഞാൻ ഓടിയതും അധ്വാനിച്ചതിൻ്റെ ഫലം എന്താണ്? നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചാൽ ചിലത് സംഭവിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.